മാംഗോ ട്രീ. മാംഗോന്റെ മണമില്ല. ഹായ് ബാഗി ചേച്ചി. ഹായ് ആയിഷ ചേച്ചി. ഹലോ ഗായ്സ്, എന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇങ്ങോട്ടൊന്ന് വെൽക്കം പറയ്. ഹലോ ഗായ്സ്, അപ്പൊ നീനാപ്പൂന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീനാപ്പൂ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇന്നത്തെ ദിവസം ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. എന്ത് ദിനമാണ്? പരിസ്ഥിതി ദിനം. അപ്പൊ ഇന്ന് എന്തൊക്കെയാ ചെയ്യാന്നറിയോ? എന്താ ചെയ്യാ? പരിസ്ഥിതിക്ക് വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാ? ചെടികളും മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കണം അല്ലേ? നീനപ്പോ വെച്ചു പിടിപ്പിക്കോ? അപ്പൊ ഞാനൊരു മരത്തയ്യൊക്കെ എടുത്തു തരാം, നീ വെച്ചു പിടിപ്പിക്കണം കേട്ടോ. നമുക്ക് പരിസ്ഥിതിയിൽ അതായത് മണ്ണിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെടി നടുക, അല്ലെങ്കിൽ മരം നടുക, മരത്തൈ നടുക, ഇതൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നല്ല അമ്പോ. അപ്പൊ മൊത്തത്തിലൊരു വൃന്ദാവനോ അതേപോലെ ഒരു പച്ചക്കറിത്തോട്ടൊക്കെ ആക്കി മാറ്റുവോ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട്? അതാണ് ഉദ്ദേശം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരിസ്ഥിതി ദിനമാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ പരിസ്ഥിതിക്ക് സന്തോഷമുള്ളതും ഗുണമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തയ്യകൾ വെച്ച് പിടിപ്പിക്കാതൊക്കെ അല്ലെ? ഇപ്പൊ നീ സ്കൂളിൽ പോയിന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെ നിനക്ക് മരത്തയ്യകളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ളതൊക്കെ തരുമായിരുന്നു. പക്ഷെ നിനക്ക് ക്ലാസ് തുറന്നിട്ടില്ലല്ലോ. ഈ തിങ്കളാഴ്ച അല്ലേ ഇനി തുറക്കുള്ളൂ അല്ലെ, 9-ാം തീയതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടില് ഇവിടെ തന്നെ ഒരു മരത്തയ്യോ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാം. എന്താ നമുക്ക് വെച്ച് പിടിപ്പിക്കാം? അതെ, അപ്പൊ മാംഗോ ട്രീ നമ്മുടെ വീട്ടിലില്ല അല്ലെ? അപ്പൊ നമുക്ക് കുഞ്ഞു ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വീട്ടിലില്ല അല്ലെ? അപ്പൊ നമുക്കൊരു മാംഗോ ട്രീ വെച്ച് പിടിപ്പിക്കാം അല്ലെ? അപ്പൊ ഒരു മാങ്ങേന്റെ തയ്യ് നമുക്ക് ഇന്ന് വെച്ച് പിടിപ്പിക്കാം. അപ്പൊ നമുക്ക് മാംഗോ ട്രീ വെച്ച് പിടിപ്പിക്കാൻ പോവല്ലേ? ഓക്കെ, നടന്നോ. നീനാപ്പോ മരത്തൈ കിട്ടിട്ടോ. ഇതെന്താന്നറിയോ? ഇതാണ് മാംഗോ ട്രീ. ഇതെനിക്ക് നമ്മുടെ അവിടെ പഴുത്ത മാങ്ങ പെറുക്കാൻ പോണ സ്ഥലമില്ലേ, ആ മാവിന്റെ ചോട്ടില് നിറയെ മാവൻ തൈ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്ന് ഞാൻ 2 പറിച്ചിട്ട് വന്നു. നമ്മുടെ വീട്ടില് മാവൻ തൈ ഇല്ലല്ലോ, അപ്പൊ നമുക്ക് വെച്ച് പിടിപ്പിക്കണം. നീയല്ലേ പറഞ്ഞ മാംഗോ ട്രീ മതിന്ന്? അപ്പൊ ഞാൻ പോയപ്പോ മാംഗോ ട്രീ കിട്ടി. ഇനി നമുക്കിത് നടാം. ഇവിടെ ഫുൾ ആയിട്ട് എന്താണ് ഫ്രൂട്ട് നടാനുള്ളത് മാംഗോ മാത്രമുള്ള മാംഗോ ട്രീ. നീ മാംഗോ ട്രീ മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ, പിന്നെ വേറെ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. ചക്ക കണ്ടിട്ടില്ലേ? മാങ്ങ കണ്ടിട്ടില്ലേ? മാങ്ങനെ ഇത് ചക്കയും മാങ്ങയൊക്കെ തന്നെ ഇവിടെ അധികം ഉണ്ടാവുള്ളൂ. നീനാപ്പൂ, പൊന്നു ചേച്ചി സ്കൂളിലേക്ക് ഏത് മരം കൊണ്ടുപോയിന്ന് അറിയോ? മരത്തയ്യ് ഇന്ന് വാഗമരത്തിന്റെ തയ്യാ കൊണ്ടുപോയിന്ന്. എനിക്കറിയില്ലേ വാഗമരം? തന്നെ കുഞ്ഞു കുഞ്ഞു ഇലകളുള്ളത്. അപ്പൊ നമുക്ക് തൈ നടാൻ പോവല്ലേ? ഓക്കേ. കൃഷികളാണ് അല്ലേ? എന്തൊക്കെ? നമ്മുടെ വഴുതനങ്ങ ഉണ്ട്, ചീര ഉണ്ട്, പിന്നെ മഞ്ഞളുണ്ട്. ഈ ചെറിയ സ്ഥലത്ത് നമ്മള് കുറച്ച് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അച്ഛമ്മ? ഗായ്സ്, അപ്പൊ അതാ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് മണ്ണൊക്കെ ഒന്ന് നനഞ്ഞപ്പോ അതാ ഞങ്ങൾക്ക് ആവശ്യമുള്ള വീട്ടിന് ആവശ്യമുള്ള ചില തൈകൾ നീന വഴുതനങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞങ്ങള് എല്ലാ വർഷവും നടാറുണ്ട് അവളുടെ അമ്മമ്മ. അപ്പൊ അത് ചെയ്തതാണ് അല്ലെ നീന? അപ്പൊ ഈ കൃഷികളൊക്കെ അത് നീനാപ്പൂന്റെ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലെ? നീനാപ്പൂ അല്ലേ നട്ടത്? ഇനി കൊറേ വലുതാവും ഈ ചെടി, നല്ല വലുതാവും നീന ഡ്രാഗൺ ഫ്രൂട്ടിന്. എന്നിട്ടൊക്കെയാണ് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അതെ, നിറയെ വള്ളികൾ വരും. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എത്ര പൊട്ടിയാലും നമ്മൾ ആ ഭാഗമൊക്കെ കുത്തിവെച്ചാലും നിറയെ ഉണ്ടാവൂല്ലേ? കൊറേ ഭാഗങ്ങൾ പൊട്ടിപ്പോയില്ലേ നീനപ്പൂ മഴയത്തൊക്കെ? നിറഞ്ഞ് പന്തലിക്കില്ലേ? എന്നിട്ട് കൊറേ കഴിയൂട്ടോ ഫ്രൂട്ട് ഉണ്ടാവാൻ. ഫ്രൂട്ട് ഉണ്ടായി കഴിക്കണേ കൊറേ കാലാവും. പന്തൽ പോലെ വരും. അമ്മ
നമ്മള് ഇതിന്റെ ആലോചിച്ചിട്ടൊക്കെ നമ്മുടെ മരം നടുന്ന കാര്യം നമ്മൾ മറന്നു. അതെ, നമുക്ക് മരം നടാൻ പോവല്ലേ അപ്പൊ? വാന്നാ. അപ്പൊ നമുക്ക് ഇവിടെ നടാട്ടോ മാംഗോ ട്രീ. ഓക്കെ, നടല്ലേ? ഞാൻ കുഴി ഒഴിച്ചു തരാം കേട്ടാ. നീനാപ്പ് വെച്ചാ മതിയേ. നീനാപ്പൂ, അപ്പൊ അമ്മ കുഴി ഒഴിച്ചു വെച്ചിട്ടുണ്ടേ. നീനാപ്പൂ നട്ടോ കേട്ടോ. ഓക്കെ, ഇത് ഏത് മരാണ് നീന? മാംഗോ ട്രീ. അതെ അതെ. ഇനി ആ മണ്ണയിലേക്ക് വാരിയിടാ കോലും കൊണ്ട്. അതങ്ങനെ നിക്കില്ല, മണ്ണ് വാരിയിടണം. മണ്ണ് വാരിയിടുക ഇതും കൊണ്ട്. അതും കൊണ്ട് തന്നെ വടി കൊണ്ട് മണ്ണ് വാരി. പറ്റില്ല, ഞാൻ ചെയ്യട്ടെ എന്നാ. അങ്ങനെ പിടിച്ചു. നിനക്ക് കുറച്ചുകൂടി ആഴം വേണല്ലോ. കറക്റ്റ് കറക്റ്റ് കേട്ടോ. ഞാൻ മണ്ണയിലേക്ക് ആക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ബാക്കിയുള്ള ചെടികളൊന്നും എന്തിനാണ് കേട് വരുത്തുന്നത്? പിന്നെ അത് ചെറിയ ആവശ്യമില്ലാത്ത ചെടികൾ. കുറച്ചുകൂടി മണ്ണയിലേക്ക് ആക്കി വെക്കണം. അപ്പൊ നിന്നില്ലേ? ഒന്നും കൂടി ഉണ്ടായിരുന്നു, ഞാൻ മാർക്ക് നിർത്താം. ഇനി നമുക്ക് ഇപ്പാട്ട് കുഴി വെക്കാവേ. വെക്ക്. മാംഗോന്റെ മണം വരുന്നുണ്ട്. അതിന്റെ ഇല പൊട്ടിച്ച പോലെ. അപ്പൊ നീനപ്പൂ എത്ര മരം നട്ടു? രണ്ടും ഒരേ മരം തന്നെ നട്ടത് അല്ലേ? എന്താ മാംഗോ ട്രീ അല്ലേ? അപ്പൊ ഇന്ന് പരിശുദ്ധനമായിട്ട് മാങ്ങച്ചെടികൾ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ആയ നിറയെ മാങ്ങകൾ ഇവിടെ വളരുന്നു. അപ്പൊ നീനപ്പൂ, നിന്റെ കൂട്ടുകാരൊക്കെ ഏത് മരം നട്ടെന്ന് ചോദിച്ചേ? നിങ്ങൾക്ക് ഏത് മരമാണ് നട്ട്? ഞാൻ ഇവിടെ മാംഗോ ട്രീ ആണ് നട്ടിന്. നിങ്ങള് ഏതാണ് നട്ടെന്ന് പറയണേ, അത് എനിക്ക് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും സ്കൂൾ തന്നു വിചാരിക്കുന്ന. എനിക്ക് പക്ഷെ UKG അല്ലേ, അത് കാരണം കുറച്ചും കൂടി ദിവസമായിട്ടുണ്ടാവും. ജൂൺ 9 അല്ലേ തുറക്കുക? ഈ വരുന്ന മൺഡേ ആണ്. അപ്പൊ നീനപ്പം സ്കൂൾ തുറക്കാൻ പോകുന്നേ. അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങല്ലേ നീനപ്പൂ? ഈ മൺഡേ തൊട്ടിട്ട്. ഗായ്സ്, അപ്പൊ നീനാപ്പൂന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് കുറെ കമന്റ്സ് വരാറുണ്ട്. കുറെ പേര് ഹായ് പറയാറുണ്ട്. പിന്നെ വീഡിയോസിനൊക്കെ നല്ല കമന്റ്സ് വരാറുണ്ട്. അപ്പൊ നീനാപ്പൂന് അങ്ങനെ കുറെ പേര് ഹായ് പറയാനും കുറെ പേര് ഒരു പേരൊക്കെ പറയാൻ വേണ്ടി പറയാറുണ്ട് അല്ലേ നീനാപ്പൂ? അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു നീനാപ്പൂ. നീനാപ്പൂന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഹായ് പറ. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഹായ് പറയും. എന്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഹായ്. നീനപ്പൂ, അതേപോലെ നീ ഇനി വീഡിയോസ് ചെയ്യുമ്പോ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ. അപ്പോ രണ്ടുപേരും പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് വൈഗ, ഒരാള് ആരുഷി. വൈഗ ചേച്ചി, ആരുഷി ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് വൈഗ ചേച്ചി, ഹായ് ആരുഷി ചേച്ചി പറയും. ഹായ് വൈഗ ചേച്ചി, ഹായ് ആരുഷി ചേച്ചി. അതുപോലെ എന്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഹായ്. നീനപ്പൂ, അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയല്ലേ? ഗൈസ്, എന്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ടാറ്റ ബൈ ബൈ.